ഫ്രണ്ട്സ്, അപ്പം വീണ്ടും ഞങ്ങളൊരു വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചടങ്ങിന് പോവുകയാണ്. അപ്പോൾ ചടങ്ങ് നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ നടന്നു പോകണ ദൂരേ ഉള്ളൂ. അങ്ങനെ കുട്ടീസൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണെന്നൊക്കെ പറയാം, വിശേഷമൊക്കെ. അപ്പോൾ നമ്മൾ ഹനയുടെ കുഞ്ഞിക്കല്യാണമായിരുന്നു. അപ്പോൾ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹന നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ വീഡിയോയും ഫോട്ടോസൊക്കെ കുട്ടീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചടങ്ങിനുള്ള ടൈമായി. അപ്പോൾ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ചടങ്ങ് ഇതാണ്ടേ, നമ്മൾ ആദ്യം തന്നെ എല്ലാവരും നമ്മളെ കുഞ്ഞിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സിംലാത്തായും വാപ്പുമ്മായും അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇതുപോലുള്ള ചടങ്ങ് നിങ്ങളെ നാട്ടിലുമൊക്കെ നടത്താറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചടങ്ങിന് എന്ത് പേരാണ് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരമായിരിക്കും ആചാരങ്ങളും ചടങ്ങ് നടത്തുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരും നമ്മളെ അയൽക്കാരും അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചടങ്ങൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷൻ ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ കുട്ടീസൊക്കെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ എന്തുവാന്നൊക്കെ. അപ്പോൾ കുഞ്ഞുമക്കൊക്കെ അറിയത്തില്ലല്ലോ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കി ആകാംക്ഷയോടെയൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ പെട്ടെന്ന് വന്ന് ചടങ്ങിൽ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സ്കൂളിൻ്റെ ഡേ ആയിരുന്നു, പക്ഷേ കുട്ടീസെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങ് നടക്കുന്നു. പിന്നെ നമുക്കിനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിയൊക്കെ കാണിക്കുക. അപ്പോൾ കുറച്ച് ദിവസമായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കാണിച്ചു തരാം. ബിരിയാണി കഴിക്കുന്നതൊക്കെ എല്ലാ ചടങ്ങിലും ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അതല്ലേ കഴിച്ചല്ലേ പറ്റൂ. അപ്പം നമുക്ക് മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചിലർ കമൻറ്റ് ഇടാറുണ്ട് ബിരിയാണി ഉള്ളോ എപ്പോഴും വന്ന്. അപ്പം ഉള്ളതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. നമുക്കല്ലാതെ ഫുഡ് അവിടെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ താണ്ടേ അതെല്ലാം ചടങ്ങൊക്കെ കഴിഞ്ഞു. കുട്ടീസൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പം ഹന നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം വേറെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ്. അടുത്ത കേക്ക് കിട്ടിയത് ഇതെല്ലാവരും ഓരോ പീസ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കേക്ക് കിട്ടുന്നതിൻ്റെ സന്തോഷം വേറെയാണ്. അങ്ങനെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് നിന്നപ്പോൾ നാസ്ലാത്ത വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് വന്നു. അപ്പം ദാണ്ടെ ബിരിയാണിയുടെ ടൈമായി. അപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ബിരിയാണിയും ചിക്കൻ പെരട്ടും അതുപോലെ തണ്ണിമത്തനും സലാഡും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടി ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് കൈ കഴുകാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട് ഞങ്ങളവിടെ ഇരിക്കുവാണ്. അപ്പം ബാക്കി എന്താണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അപ്പം എല്ലാവരും കുറേ പേരൊക്കെ പോയി, കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റേജൊക്കെ ഞാനും അഫ്നൂസ് അവിടെ നിന്ന് ആ ഒരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്താണ്ട് ഇത് നമ്മുടെ നൗഫീത്താണ് ഈ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് തയ്ക്കും. ഏത് സമയത്ത് വേണമെങ്കിലും ഡിസൈനും കളറും മോഡലും പറഞ്ഞു കൊടുത്താൽ തയ്ച്ചു തരുന്നതാണ്. അപ്പം കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാം നമ്മുടെ നൗഫീത്ത സ്റ്റിച്ച് ചെയ്തായിരുന്നു. കളറും എല്ലാം നേരി കാണുമ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് നിഷിതാത്താണെങ്കിലും നാസ്ലാത്ത, ചിന്നു, പിന്നെ കുഞ്ഞുമക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തയ്ച്ച നമ്മുടെ വ്യക്തിയെ കാണിച്ചു തരാം ഇപ്പം. അപ്പം എന്താണ്ടേ ഒരുവിധം എല്ലാവരും പോയി. നമ്മൾ തയ്ച്ച വ്യക്തി ഇതാണ് നമ്മുടെ നൗഫീത്ത. അപ്പോൾ ഏത് ഡിസൈൻ വേണമെങ്കിലും അയത്ത നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. സ്വന്തമായിട്ട് ബ്യൂട്ടിക്കൊക്കെ ഉണ്ട്, അനേഹ ബ്യൂട്ടിക്ക് എന്നാണ് നെയിം. അപ്പം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നടന്നു പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.